നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കടലിന് നടുവിൽ യുക്രൈൻ പടക്കപ്പലിനെ വളഞ്ഞ് റഷ്യ. ഡ്രോണുകൾ തലങ്ങും വിലങ്ങും പറന്നു. ആക്രമിക്കാൻ യുക്രൈൻ നാവികസേന തയ്യാറെടുക്കും മുന്നേ ഞൊടിയിടയിൽ റഷ്യൻ ഡ്രോണുകൾ തീതുപ്പി. നടുക്കടലിൽ തീഗോളമായി എരിഞ്ഞടങ്ങി യുക്രൈൻ പടക്കപ്പൽ. വൈറ്റ് ഹൌസിൽ തലയിൽ കൈവച്ച് ഡൊണാൾഡ് ട്രംപ്. റഷ്യ യുക്രൈൻ യുദ്ധം ഇനി അവസാനിക്കാനേ പോകുന്നില്ല എന്ന് ട്രംപിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആക്രമിക്കപ്പെട്ടത് നിസാര യുദ്ധക്കപ്പലല്ല, യുക്രൈന്റെ തലയെടുപ്പായ സിംഫറോപോൾ. ഡ്രോൺ ആക്രമണത്തിലാണ് കപ്പൽ തകർത്തതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. യുക്രൈനിലെ ഒഡേസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാന്യൂബ് നദിയുടെ ഡെൽറ്റയിലാണ് കപ്പൽ തകർത്തതെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കപ്പൽ തകർന്നതായി യുക്രൈൻ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു ക്രൂ അംഗം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. കപ്പലിലെ ഭൂരിഭാഗം ജീവനക്കാരും സുരക്ഷിതരാണെന്നും ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും യുക്രൈനിയൻ നാവിക വക്താവിനെ ഉദ്ധരിച്ച് കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു. ഡ്രോണുകൾ ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ കപ്പലിൽ തീ പടരുകയായിരുന്നു. ഈ സമയം തന്നെ കപ്പലിൽ ഉണ്ടായിരുന്ന നാവിക ഉദ്യോഗസ്ഥർ കടലിലേക്ക് എടുത്തു ചാടി. അതുകൊണ്ടാണ് വലിയ ആളപായം ഉണ്ടാകാതിരുന്നത്. യുക്രൈൻ നാവികസേനയ്ക്ക് റഷ്യൻ ഡ്രോണുകൾക്ക് നേരെ ചെറുവിരൽ അനക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനു മുൻപേ എല്ലാം തകർന്നടിഞ്ഞിരുന്നു. ഒരു പതിറ്റാണ്ടിനിടെ യുക്രൈൻ കമ്മീഷൻ ചെയ്ത ഏറ്റവും വലിയ കപ്പലാണ് സിംഫറോപോൾ. റേഡിയോ, ഇലക്ട്രോണിക്, റഡാർ, ഒപ്റ്റിക്കൽ നിരീക്ഷണം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ലഗൂണ ക്ലാസ് ഇടത്തരം കപ്പലാണിത്. 2021 മുതൽ യുക്രൈൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു സിംഫറോപോൾ. ഡ്രോൺ ആക്രമണത്തിൽ തകർന്ന കപ്പൽ പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. ഇതാദ്യമായാണ് റഷ്യൻ സൈന്യം കടലിന് നടുവിൽ ഇത്തരമൊരു ഡ്രോൺ ആക്രമണം നടത്തുന്നത്. കടൽ വഴി റഷ്യൻ മേഖലകളിലേക്ക് ആക്രമണം നടത്താൻ യുക്രൈൻ സേന പദ്ധതിയിട്ടിരുന്നു. ഈ അടുത്ത കാലത്ത് അത്തരത്തിൽ 1-2 ആക്രമണങ്ങൾ റഷ്യയിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കടലിലും മറ്റും ശക്തമായ നിരീക്ഷണമാണ് റഷ്യ നടത്തുന്നത്. യുക്രൈന്റെ ചാരക്കപ്പൽ ഇതിനു മുൻപും കടലിൽ വട്ടമിട്ട് ചുറ്റിയിരുന്നു. ആ സമയത്തും ആക്രമിക്കാനായി റഷ്യൻ സൈന്യം എത്തിയിരുന്നു. എന്നാൽ പൊടുന്നനെ യുക്രൈൻ പടക്കപ്പലും കൊണ്ട് ഓടുകയായിരുന്നു. ഇപ്പോൾ ഒരവസരം വീണ് കിട്ടിയപ്പോൾ റഷ്യ നോട്ടമിട്ടിരുന്ന സിംഫറോപോളിനെ തകർത്തെറിയുകയാണ് ചെയ്തിരിക്കുന്നത്. യുക്രൈൻ പടക്കപ്പൽ ആക്രമിക്കപ്പെട്ടതോടെ ആശങ്കയിലായിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പല വഴിക്കൂടെ ചർച്ച നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു ട്രംപ്. എന്നാൽ ആ സമാധാന ചർച്ചകൾ എല്ലാം തകിടം മറിച്ചിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ. ഒരേ സമയം യുക്രൈന് കരയിലും കടലിലും ആകാശത്തൂടെയുമാണ് അടികിട്ടുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ അതിശക്തമായ മിസൈൽ ആക്രമണം വെളുപ്പിനെ ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മരണസംഖ്യ ഇതിലും കൂടുതൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ. നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിലാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ നടത്തിയ ആക്രമണത്തിൽ റഷ്യക്കെതിരെ വിവിധ ലോകരാജ്യങ്ങൾ ഇപ്പോൾ വിമർശനവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകൾക്ക് പകരം റഷ്യ മിസൈലുകൾ തെരഞ്ഞെടുത്തുവെന്ന വിമർശനവുമായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയാണ് ആദ്യം രംഗത്തെത്തിയത്. പിന്നാലെ അമേരിക്ക, UK, ഫ്രാൻസ് ഈ രാജ്യങ്ങളും റഷ്യക്കെതിരെ വിമർശനം ഉന്നയിച്ചു. കീവിൽ നടന്ന ആക്രമണത്തിൽ ബ്രിട്ടീഷ് കൗൺസിൽ കെട്ടിടവും തകർന്നടിഞ്ഞു. ഇതോടെ റഷ്യക്കെതിരെ ലോകരാജ്യങ്ങൾ കലിയിളകി നിൽക്കുകയാണ്. ഈ ആക്രമണത്തിലൂടെ പുടിൻ ശത്രുതയുടെ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് എന്നാണ് പല രാജ്യങ്ങളും ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് കൗൺസിലിന്റെ കെട്ടിടത്തിലും കീവിലെ തന്നെ യൂറോപ്യൻ യൂണിയൻ മിഷന്റെ ആസ്ഥാനത്തുമാണ് ആക്രമണം നടന്നത്. സമാധാന ശ്രമങ്ങൾക്ക് പുടിൻ തുരങ്കം വയ്ക്കുകയാണെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ കുറ്റപ്പെടുത്തി. UK-യിലെ റഷ്യൻ അംബാസഡറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു UK പ്രധാനമന്ത്രി. സമാധാനം പുലരാൻ റഷ്യയ്ക്ക് താൽപര്യമില്ലെന്നാണ് അമേരിക്ക വിമർശിച്ചത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ നടത്തിയ ആക്രമണം ശരിയായില്ല എന്നതടക്കമുള്ള വിമർശനമാണ് ഫ്രാൻസ് മുന്നോട്ട് വച്ചത്.
കീവിൽ റഷ്യ ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൽ 4 കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ള വിവരവും പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ യുകെയും ഫ്രാൻസുമൊക്കെ റഷ്യ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വംശീയ ഉന്മൂലനമാണെന്ന് വിമർശനം ഉന്നയിച്ചു. ഒരു വഴിക്കൂടെ അമേരിക്കൻ പ്രസിഡന്റ് സമാധാന ശ്രമങ്ങൾക്ക് നീക്കം നടത്തുകയാണ്. എന്നാൽ അതിനെല്ലാം എതിരാണ് ഇപ്പോൾ പുടിൻ കാണിച്ചുകൂട്ടുന്നത് എന്ന് ഫ്രാൻസ് വിമർശിച്ചു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടലുകൾ നടത്തുന്നത് എന്ന ഒരു ആക്ഷേപമുണ്ട്. എന്തായാലും ട്രംപിന്റെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം. വ്ളാഡിമിർ പുടിനെയും സെലൻസ്കിയെയും ഒരുമിച്ചിരുത്തി ചർച്ചകൾക്ക് ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ഇതിന് വിള്ളലേൽപ്പിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. കീവിലെ ബ്രിട്ടീഷ് കൌൺസിലിന്റെ 2 കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. പുലർച്ചെയോടെ നടന്ന മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിദേശകാര്യ വിദഗ്ധനായ മുൻ ടോറി MP ബോബ് സീലി അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷ് കൌൺസിൽ കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണം പുടിൻ ഭരണകൂടത്തിൽ നിന്നുള്ള ശത്രുതയുടെ വ്യക്തമായ സന്ദേശമാണ് എന്നാണ്. ബ്രിട്ടീഷ് കൌൺസിൽ ഓഫീസിൽ യുവാക്കൾക്കായി ഒരു പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 9 മണി മുതലാണ് ഇവിടെ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഈ സമയത്താണ് ആക്രമണം നടന്നിരുന്നതെങ്കിൽ വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ജൂൺ മാസം മുതൽ റഷ്യൻ പൗരന്മാരെ ബ്രിട്ടീഷ് കൌൺസിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്താൻ പുടിൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ബ്രിട്ടന് വേണ്ടി ചാരപ്പണി നടത്തുന്ന പ്രസ്ഥാനമാണ് എന്നാണ് റഷ്യ ആരോപിക്കുന്നത്. പുടിൻ സമാധാന പ്രതീക്ഷകളെ തകർക്കുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് കൌൺസിലിന്റെ കെട്ടിടം ആക്രമിക്കപ്പെട്ടതോടെ UK ഇപ്പോൾ റഷ്യയോട് ഒരു തരത്തിലും ഈ ആക്രമണങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ജീവനക്കാർക്ക് ആർക്കും പരിക്കില്ല എങ്കിലും ബ്രിട്ടീഷ് കൌൺസിൽ ഓഫീസിലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. 629 ഡ്രോണുകളും മിസൈലുകളുമാണ് ആക്രമണത്തിന് റഷ്യ ഉപയോഗിച്ചത്. യുക്രൈന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ബന്ധങ്ങളെ തുടർന്നും പിന്തുണയ്ക്കുമെന്ന നിലപാടിലാണ് ഇപ്പോൾ ബ്രിട്ടീഷ് കൌൺസിൽ. 17 വർഷത്തിലേറെയായി പുടിൻ ഭരണകൂടം ബ്രിട്ടീഷ് കൌൺസിലിനെതിരെ പല നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല വഴികളും പുടിൻ നോക്കിയിട്ടുണ്ട് എന്നാണ് ബ്രിട്ടൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ എന്തൊക്കെ ആക്രമണങ്ങൾ നടത്തിയാലും ഏതൊക്കെ വഴികൾ പയറ്റിയാലും ഈ സ്ഥാപനം ഇവിടെ പൂട്ടിക്കെട്ടി പോകുമെന്ന് പുടിൻ കണക്ക് കൂട്ടണ്ട എന്നുള്ള മറുപടിയാണ് ബ്രിട്ടനിൽ നിന്ന് പോയിരിക്കുന്നത്. നികുതി വെട്ടിപ്പ് ചൂണ്ടിക്കാട്ടി 2007 സെന്റ് പീറ്റേഴ്സ്ബർഗിലെയും യെക്കറ്ററിൻബർഗിലെയും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന് റഷ്യൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. 2018 ബ്രിട്ടീഷ് കൌൺസിൽ റഷ്യയിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ജൂണിൽ ബ്രിട്ടീഷ് കൌൺസിലിനെ അനഭിമിത സംഘടനയായി പുടിൻ പ്രഖ്യാപിച്ചിരുന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രസീലിലെ റഷ്യൻ സ്ഥാനപതിയോട് നേരിട്ട് ഹാജരാകാൻ ബ്രിട്ടൻ ആവശ്യപ്പെട്ടതും കടുത്ത വിമർശനം ഉന്നയിക്കുന്നതിനു വേണ്ടി തന്നെയായിരുന്നു. ആക്രമണങ്ങളെ ഭീകരവും മനഃപൂർവ്വവുമായ സിവിലിയൻ കൊലപാതകമെന്നാണ് സെലൻസ്കി വിമർശിച്ചത്. റഷ്യക്കെതിരെ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കാൻ സെലൻസ്കി ചൈനയോടും ഹംഗറിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ റഷ്യക്കെതിരെ തിരിയണമെന്നും റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന കാടത്തം എതിർക്കപ്പെടേണ്ടത് തന്നെയാണെന്നും ഇപ്പോൾ യുക്രൈൻ വ്യക്തമാക്കുന്നത്. റഷ്യയുടെ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് യുക്രൈൻ സൈന്യവും നടത്തിയിരിക്കുന്നത്. തലസ്ഥാനമായ കീവ് അടക്കം 13 സ്ഥലങ്ങൾ റഷ്യ ലക്ഷ്യം വെച്ചുവെന്നാണ് യുക്രൈൻ സൈന്യം ആരോപിച്ചത്. യുക്രൈനും റഷ്യയും വീണ്ടും നേർക്കുനേർ പോരിലേക്ക് കടക്കുകയാണ്. യുദ്ധം കടുക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് റഷ്യയും കൊടുത്തിരിക്കുന്നത്. അതായത് തുടരെ ഈ ആക്രമണങ്ങൾ നടത്തുന്നതിലൂടെ അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ് പുടിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അലാസ്കയിൽ നടന്ന ചർച്ച അത് യുദ്ധം അവസാനിക്കാനുള്ള വഴിയാണ് എന്ന് ലോകം മുഴുവൻ കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ ഈ യുദ്ധം അവസാനിക്കാൻ പോകുകയല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിക്കും, അല്ലാത്ത പക്ഷം ഈ യുദ്ധം നീണ്ടുപോകുമെന്നും യുക്രൈൻ മുഴുവൻ പിടിക്കുന്നതുവരെ റഷ്യ ആക്രമണ പരമ്പരകൾ അഴിച്ചുവിടുമെന്നും ഉള്ള നിലപാടിലായിരുന്നു പുടിന്റെ ആവശ്യം ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ പൂർണ്ണമായും യുക്രൈൻ കീഴടങ്ങിയെന്ന് അവർ പ്രഖ്യാപിക്കണം. സെലൻസ്കി റഷ്യയുടെ കാൽക്കൽ വീഴണം. ഇത് മാത്രമല്ല, പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്ക് വേണ്ടി വാദവുമായി വരരുത്.
ഒരു തരി മണ്ണ് പോലും ഇനി യുക്രൈന് വിട്ടുകിട്ടില്ല എന്നും ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പുടിൻ കൊടുക്കുന്നത്. അലാസ്കയിൽ നടന്ന ചർച്ചയിൽ ട്രംപിനോട് ഈ കാര്യങ്ങൾ തന്നെയാണ് പുടിൻ വ്യക്തമാക്കിയതും. ഈ യുദ്ധം അവസാനിപ്പിച്ച് നൊബേൽ സമ്മാനം ഒന്ന് കയ്യിലേക്ക് മേടിക്കാൻ കാത്തിരിക്കുന്ന ട്രംപിന് മുൻപിൽ ഒരു വഴിയേ ഉള്ളൂ. അത് സെലൻസ്കിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റുക, അടിയറവ് പറയിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി ഇനി തിരികെ കിട്ടില്ല, അത് അംഗീകരിക്കാനും സെലൻസ്കി തയ്യാറാകണം. പക്ഷേ ആ ഒരു ഡീലിന് സെലൻസ്കി തയ്യാറായില്ല. വൈറ്റ് ഹൗസിലേക്ക് സെലൻസ്കിയെ വിളിച്ച് ചർച്ച നടത്തിയിരുന്നല്ലോ ട്രംപ്. ആ ചർച്ചയും അലസി പിരിയുകയായിരുന്നു. കാരണം ഇത് അംഗീകരിക്കാൻ സെലൻസ്കി തയ്യാറായില്ല. അങ്ങനെ ഇത് അംഗീകരിച്ചിട്ട് തിരികെ യുക്രൈനിലേക്ക് പോകാൻ വൊളോഡിമിർ സെലൻസ്കിക്ക് കഴിയില്ല. അതിന് കാരണം 3 വർഷമായി ഈ യുദ്ധം തുടങ്ങിയിട്ട്. ഈ യുദ്ധം ഇതുവരെ എത്തിച്ചതിൽ യുക്രൈൻ സൈന്യം ഒരേ മനസ്സോടെ, ആ ജനങ്ങളും ഒരേ മനസ്സോടെയാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം റഷ്യ പിടിച്ചടക്കിയ ഭൂമികൾ തിരികെ കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിച്ച് പുടിന് മുൻപിൽ അടിയറവ് പറഞ്ഞ് ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ച് സെലൻസ്കിക്ക് തിരികെ പോകാൻ കഴിയില്ല. സ്വന്തം രാജ്യത്തെ ജനങ്ങളും സൈന്യവും അടിച്ചിറക്കും സെലൻസ്കിയെ. അമ്പിനും വില്ലിനും അടുക്കാതെ പുടിൻ നിൽക്കുന്നതോടെ ട്രംപിന് വെള്ളിടി വെട്ടിയിരിക്കുകയാണ്. ഇനി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തലയിൽ കൈവയ്ക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ റഷ്യ പുറത്തെടുത്തിരിക്കുന്നത്. അതായത് അലാസ്കയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം 1-2 ദിവസം യുദ്ധത്തിനൊരു ശമനമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും, പ്രത്യേകിച്ച് സെലൻസ്കി വൈറ്റ് ഹൌസിലെത്തി ചർച്ച നടത്തിയതിന് ശേഷം അതിശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ റഷ്യ പുറത്തെടുക്കുന്നത്. ഒരേ സമയം കര, കടൽ, ആകാശം വഴിയാണ് ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അറ്റകൈ പ്രയോഗം ചിലപ്പോൾ ട്രംപ് നടത്തിയേക്കും. അതിന് കാരണം സെലൻസ്കിയെ സമ്മർദ്ദം ചെലുത്തി അടിയറവ് പറയിക്കാൻ ഇനി റഷ്യയുമായുള്ള യുദ്ധത്തിന് യുക്രൈന് സഹായം നൽകില്ല, ഒരു തരി സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ആയുധ സഹായമോ ഇനി അമേരിക്ക യുക്രൈന് നൽകില്ല എന്ന് ഒരു പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തനിയെ നിന്ന് അമേരിക്കയുടെ സഹായമില്ലാതെ റഷ്യയുമായി ആക്രമണം നടത്തി പിടിച്ചു നിൽക്കാൻ ഈ ഒരവസ്ഥയിൽ ഇനി യുക്രൈന് കഴിയില്ല. എന്തായാലും കടന്ന കൈ പ്രയോഗത്തിലേക്ക് ട്രംപ് കടന്നേക്കും എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.